ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. നമുക്കിന്നൊരു ഫിഷ് കറി വെക്കാം. ഇത് ബീഹാർ മാത്രം കിട്ടുന്ന ഒരു സൈസ് മീനാണ്. രേഗു എന്ന ഇതിൻ്റെ പേര്. നമ്മുടെ നാട്ടിലെ പോലെ അയില, മത്തി, ചൂട, ചങ്ങല അങ്ങനെയുള്ള മീനുകളൊന്നും ഇവിടെ കിട്ടാറില്ല. അപ്പോൾ ഇത് 1 കിലോ മീനുണ്ട്. കുറച്ചെടുത്ത് ഞാൻ വറുക്കാൻ വെച്ച് മോൻ കഴിക്കത്തില്ല. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: സവോള പുളിവെള്ളത്തിലിട്ടത്, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, തക്കാളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ കുറച്ച് 2-3 ടേബിൾ സ്പൂൺ എണ്ണയുണ്ട്. അത് ഒഴിച്ചതിന് ശേഷം ഉലുവായോ കടുകോ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതിട്ട് പൊട്ടിക്കുക. എന്നതിന് ശേഷം ഉള്ളി അതിലേക്കിടുക. ഇത് സവാളയാണ്, ഒരു സവാളയുണ്ട്. കൊച്ചുള്ളി കിട്ടാറില്ല ഇവിടെ, അതുകൊണ്ടാണ് സവാള ഇതിലേക്ക് ചേർക്കുന്നത്. കൊച്ചുള്ളി കിട്ടുന്നവർ കൊച്ചുള്ളി ചേർത്ത് വയ്ക്കുക, കാര്യം അതാണ് നല്ലത്. നിങ്ങൾക്കെല്ലാം എൻ്റെ ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ബ്രൗൺ നിറം ആകുന്നിടം വരെ വഴറ്റിയെടുക്കുക. എങ്കിലേ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. നന്നായിട്ട് വഴണ്ടു. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴണ എണ്ണയിൽ കിടന്ന് എങ്കിലേ അതിൻ്റെ പച്ചക്കുത്തൽ മാറത്തുള്ളൂ. ഇത് ഇവിടെ കിട്ടുന്ന മീനാണ്. ഈ രീതിക്ക് തന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മീൻ മേടിച്ചിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്കുകൾ പറയുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം എണ്ണയിലോട്ടിട്ടിട്ട് ചേർക്കുക. ഇത് മുളക് കറി ആയതുകൊണ്ട് മുളക് പൊടി കുറച്ച് തോനെ ചേർക്കണം. കുരുമുളക് ഞാൻ ഉപയോഗിക്കാറില്ല. ഇഷ്ടമുള്ളവർക്ക് കുരുമുളക് 1 ടേബിൾ സ്പൂൺ ഈ സമയത്ത് ഇതിൻ്റെ കൂടെ ചേർക്കാം. മുളക് പൊടി ചേർക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ ഇരട്ടിയായിട്ട് മല്ലിപ്പൊടി ചേർക്കാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇടത്തുള്ളൂ. ഇത് എരിവ് ഒരുപാടില്ലാത്ത മുളക് പൊടിയാണ്. മുളക് പൊടി ചേർക്കുമ്പോൾ എരിവിൻ്റെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മുളക് പൊടി എരിവ് കൂടിയതാണെങ്കിൽ അതനുസരിച്ച് ചേർക്കുക. ഉപ്പ് ചേർക്കുമ്പോഴും ശ്രദ്ധിച്ച് ചേർക്കുക. ഉപ്പ് കൂടിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കുക. തക്കാളി 3 തക്കാളി ഉണ്ടത് അതരിഞ്ഞ് നന്നായിട്ട് വഴറ്റുക. എണ്ണയിലിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും തക്കാളിയും എല്ലാം കൂടെ ആകുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണമാണ്. പിന്നെ കുടംപുളി വെള്ളത്തിലിട്ട് കഴുകിയാണ് ഇടുന്നത്, അതുകൊണ്ട് അതിൻ്റെ വെള്ളവും കൂടെ ചേർത്ത് തന്നെ അതിട്ട് വഴറ്റുക. തന്നെ നന്നായിട്ടത് ഉടഞ്ഞു വന്നു. അത് കാണാൻ തന്നെ നല്ല ഒരു ഭംഗിയുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക. വെള്ളം എത്രമാത്രം ഗ്രേവി വേണോ അത്ര വെള്ളം ചേർക്കുക. നന്നായിട്ട് അത് തിളച്ചതിന് ശേഷം മാത്രമേ മീനിട്ട് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ മീൻ നന്നായിട്ട് പൊടിഞ്ഞു പോകും. അപ്പം നന്നായിട്ട് തിളച്ച് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് പോകുമ്പോഴത്തേക്ക് തന്നെ തിളയ്ക്കും. അത് മീനെല്ലാം ഇട്ട് കൊടുത്ത് എല്ലാ സൈഡിലും മീന് ഒരു അരപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അതിൻ്റെ പുറത്തല്ലാതെ ചേർന്നതിന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതെല്ലാം അടച്ച് വെച്ച് നന്നായിട്ട് വേകുന്നിടം വരെ വയ്ക്കുക. ഇതൊരു 10-15 മിനിറ്റ് വേകുമ്പോഴത്തേക്ക് തന്നെ ഇത് കറി വേവും. ലാസ്റ്റ് ഉലുവാപ്പൊടിയും കറിവേപ്പിലയും ശകലം എണ്ണ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ എണ്ണ ഓൾറെഡി അതിൽ തോനെ ആയതുകൊണ്ട് ഞാൻ ഒഴിക്കുന്നില്ല. നല്ല ചൂടിൻ്റെ പുറത്ത് നന്നായിട്ട് ഒഴിച്ചങ്ങോട്ട് കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചീനിയുടെയോ കപ്പയുടെയോ ചോറിൻ്റെയോ ഉണ്ടൊക്കെ എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുന്നോട്ട് വരാൻ പറ്റുള്ളൂ. താങ്ക് യു.